നേതൃത്വത്തിലിരിക്കുന്നവർ ദൈവത്തെ അനുസരിക്കാത്തവരാണെങ്കിൽ അണികൾ എപ്പോഴും കഷ്ടത അനുഭവിക്കും. ഇന്ന് അനേകം നേതൃസ്ഥാനത്തിരിക്കുന്നവർ തങ്ങൾക്കുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് തങ്ങളോടുകൂടെ നിൽക്കുന്നവർ കഷ്ടപ്പെടും. ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥാപിത താൽപ്പര്യങ്ങൾക്കായി, ജഡിക സുഖങ്ങൾക്കായി ദൈവത്തെ അനുസരിക്കാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നവരാണ് ഈ പറയുന്നവർ. ഫലമോ ദൈവത്തിൻ്റെ ശിക്ഷ തങ്ങളിലും മറ്റുള്ളവരിലും വന്നു ചേരും. ജീവസന്ദേശത്തിൻ്റെ പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. മാനസാന്തരപ്പെടുവാൻ ദൈവം ആവർത്തിച്ച് അവസരം കൊടുത്തിട്ടും ഫറവോൻ കാണിച്ച പിടിവാശി അവനും അവൻ്റെ രാജ്യത്തിനും വലിയ ദുരന്തമായി മാറി. ഒരു നേതാവിൻ്റെ തെറ്റായ തീരുമാനങ്ങളും അനുസരണക്കേടും എത്രമാത്രം ജനങ്ങളെ ബാധിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. രാജാവും രാജ്യവും ദൈവത്തിന് വിപരീതമായി നിൽക്കുമ്പോഴും ദൈവത്തെ ഭയന്ന് ദൈവവചനം അനുസരിച്ചിരുന്നവർക്ക് ലഭിച്ച സംരക്ഷണം ദൈവത്തിൻ്റെ വലിയ കരുണയെ കാണിക്കുന്നു. ദൈവത്തിന് മോഹവശമില്ലെന്നും തന്നെ ഭയപ്പെട്ട് നീതി നടത്തുന്ന ഏവരെയും അവിടുന്ന് സ്വീകരിക്കുമെന്നുമുള്ള അപ്പോസ്തലനായ പത്രോസിൻ്റെ വാക്കുകൾ ശരിവെക്കുന്ന ഒന്നാണ് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലെ ഈ സംഭവം. ആസ്തിയും അധികാരവും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പണമല്ലേ, എൻ്റെ ശരീരമല്ലേ, എൻ്റെ സമയമല്ലേ, നിനക്കെന്താ ഛേദം, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ എനിക്കുള്ളത് കൊണ്ട് ചെയ്യും എന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടിരിക്കും. സ്വന്തം വീട്ടിലും ഉണ്ടാകാം. അങ്ങനെ ഒരാൾ ചോദിച്ചെന്നാൽ പിന്നെ ആളുകൾ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. വാസ്തവത്തിൽ നമ്മുടെ ചെയ്തികൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എത്ര പേരെ അത് ബാധിക്കുന്നുണ്ടെന്ന് ഒരു കണക്കെടുക്കുന്നത് ഒരുപാട് പ്രയോജനം ചെയ്യും. ആൾബലമോ ആരോഗ്യമോ ഉള്ളതുകൊണ്ട് എന്തുമാകാം എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരം മാത്രമാണ്. മദ്യമോ മയക്കുമരുന്നുകളോ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ഉദാഹരണമായി എടുത്താലും അത് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഉപയോഗിക്കുന്നവൻ്റെ കുടുംബത്തെ അത് ദോഷമായി ബാധിക്കും. ധനനഷ്ടം മൂലം തൻ്റെ പ്രിയപ്പെട്ടവർ ബുദ്ധിമുട്ടേണ്ടി വരും. വളരെയേറെ പണമുള്ളവരെന്ന് തോന്നിയാൽ തന്നെ മാനനഷ്ടം എങ്ങനെ പരിഹരിക്കും? മുഴുക്കുടിയൻ പോലും തൻ്റെ മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ കുടിക്കാത്തവനെ തന്നെ വേണം അവന്, അല്ലാത്തത് മാനക്കേടാണ്. അപ്പോൾ നഷ്ടം അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല എന്ന് ചുരുക്കം. എന്തിനധികം ബന്ധുക്കൾ പോലും അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞു പോകുവാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ളവർ സമൂഹത്തിൽ വരുത്തുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തുന്നത് എന്നും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ അപകടത്തിൽപ്പെടുന്ന നിരപരാധികളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും അത് എത്രമാത്രം ബാധിക്കും എന്നും കൂടി ഒന്ന് ചിന്തിച്ചാൽ കാര്യത്തിൻ്റെ ഗൗരവം നമുക്കേറെ മനസ്സിലാകും. നമ്മുടെ ഓരോ ചെയ്തികളും നമ്മെ മാത്രമല്ല മറ്റനേകരെ ബാധിക്കുന്നു എന്നോർക്കുമ്പോൾ അത് നമ്മെ അഹംഭാവത്തിൽ നിന്നും മോചിപ്പിക്കും. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ ഫറവോ രാജാവ് ഹൃദയം കഠിനപ്പെടുത്തുന്നതിനെക്കുറിച്ച് നാം കാണുന്നു. ഫറവോൻ്റെ ഈ കഠിനപ്പെടൽ അവൻ്റെ ദേശത്തെ മുഴുവൻ കഷ്ടത്തിലാക്കി. ഓരോ ബാധയും മൂലം ജനം ബുദ്ധിമുട്ടുകയാണ്. വെട്ടിക്കിളിയും പേനും നായീച്ചയും കൽമഴയും തവളയും ഇരുട്ടും പരുവും എല്ലാം മനുഷ്യനെ ആകെ വിഷമത്തിലാക്കി. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കുവാൻ ഫറവോൻ തയ്യാറുമല്ല. ദൈവശബ്ദത്തിന് വിധേയപ്പെടുവാൻ മനസ്സില്ലാത്ത ഫറവോൻ നമ്മുടെ തെറ്റായ നയം മൂലം മറ്റുള്ളവർ കഷ്ടപ്പെടുവാൻ ഇടയാകരുത്, തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ കൂട്ടാക്കാത്തതിനാൽ ദൈവം ഫറവോനോട് ഇടപെടുന്ന വിധങ്ങളാണ് നാം കാണുന്നത്.
ദേശത്തിന്മേൽ ദൈവം അയച്ച 4 ബാധകൾ നാം കണ്ടു കഴിഞ്ഞു. ഒന്നാമത് വെള്ളം രക്തമായി തീർന്നത്, രണ്ടാമത് ദേശത്ത് തവള ബാധിച്ചത്, മൂന്നാമത്തേത് പേൻ, നാലാമത്തെ ബാധ നായീച്ച. ഈ ക്ഷുദ്രജീവികളെ എല്ലാം മിസ്രൈമ്യർ ആരാധിച്ചിരുന്നു എന്നതായിരുന്നു ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യം. ഇതെല്ലാം വന്നിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഫറവോന് മനസ്സുണ്ടായില്ല. ഇന്ന് അനേകരുടെയും സ്ഥിതി ഇതുതന്നെയാണ്. സ്വൈര്യം വരുമ്പോൾ തങ്ങൾക്ക് തോന്നിയതുപോലെ അങ്ങ് ജീവിക്കും. പരിതാപകരമായ സ്ഥിതിയാണെങ്കിൽ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് ജീവിതം കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ദൈവം കഠിനഹൃദയനായ ഫറവോനോടും അവൻ്റെ ജനത്തോടും ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഫറവോൻ യഹോവയായ ദൈവത്തെ അവഗണിക്കുന്നിടത്തോളം കാലം ഭീതിയും പ്രകൃതിക്ഷോഭവും മിസ്രയീം ദേശത്തിന്മേലും അവിടുത്തെ ജനങ്ങളിന്മേലും വർഷിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കിയെന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയെന്നാണ്. യഹോവയായ ദൈവത്തെ മനസ്സിലാക്കുന്നതിനും അവൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുന്നതിലും ഫറവോൻ തുടർച്ചയായ വിരക്തി കാണിക്കുക മൂലം ദൈവത്തിൻ്റെ ഉന്മൂലനാശം വരുത്തുവാനുള്ള ശക്തി വെളിപ്പെട്ടു വരുന്നു. ദൈവം നമ്മെ രക്ഷിക്കുന്നതിനും തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ വർഷിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ വിസമ്മതം കാരണം അനുഗ്രഹം ശാപമായി തീരുന്നു. ഫറവോൻ്റെ അനുഭവവും അതുതന്നെയായിരുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞ് നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേല്യരുടെ മൃഗങ്ങൾക്കും മിസ്രൈമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു. സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രൈമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളയച്ച് ഇസ്രായേല്യരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. ഇപ്രാവശ്യം ഫറവോൻ സംഗതി മനസ്സിലാക്കുകയും ഇസ്രായേൽ മക്കളെ പറഞ്ഞയക്കുമെന്നും ചിന്തിച്ചേക്കാം. ദൈവം രാജാവിനോടും അവൻ്റെ ജനത്തോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. മിസ്രൈമ്യർ കറുത്ത കാളയായ എപ്പീസ് ദേവനെ ആരാധിച്ചിരുന്നു. മിസ്രൈമിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നതായിരുന്നു ഈ മെംഫീസിലെ എപ്പീസിൻ്റെ ദേവാലയം. പഴയ എപ്പീസിൻ്റെ കാലശേഷം പുതിയൊരു എപ്പീസ് ജനിക്കുന്നു എന്ന് എപ്പോഴും അവർ വിശ്വസിച്ചിരുന്നു. ചാകുന്ന കാളയെ അവർ മരുന്ന് പുരട്ടി മെംഫീസിൽ അടക്കം ചെയ്തിരുന്നു എന്ന് പുരാതന ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ആത്മാവ് പിന്നീട് ഭൂതലം മുഴുവൻ ഒസിരീസ് എപ്പീസായി വ്യാപിക്കുന്നു. മിസ്രൈമിൽ കാളകളുടെ ശവകുടീരങ്ങളും ഉണ്ടെന്നുള്ളത് വിചിത്രമായി തോന്നാം. ഇവിടെ ഇപ്പോൾ അവർക്ക് ദീനം പിടിച്ച ഒരു മൃഗത്തെയാണ് ആരാധിക്കുവാനുള്ളത്. ദൈവം അത് കണ്ട് മന്ദഹസിച്ചിരിക്കുവാൻ ഇടയുണ്ട്. വിഗ്രഹാരാധനയ്ക്കെതിരെ ദൈവം തൻ്റെ ന്യായവിധികൾ ഒന്നിനു പുറകെ ഒന്നായി അയക്കുകയാണ് ചെയ്തത്. മിസ്രൈമിലെ ജനങ്ങളുടെയും ഇസ്രായേല്യരുടെയും ഇടയിൽ വിഗ്രഹാരാധന നല്ല സ്ഥാനം പിടിച്ചിരുന്നു. എത്ര വലിയ മഠേത്തരമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്! സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്നെക്കാൾ താണ സൃഷ്ടിയായ മൃഗത്തെ ആരാധിക്കുന്നു. എന്തൊരു വലിയ അജ്ഞത, അന്ധകാരം! മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥയല്ലേ? എത്ര ശോചനീയമായ സ്ഥിതി! 8 മുതലുള്ള വാക്യങ്ങളിൽ, പിന്നെ യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈനിറച്ച് വാരുവീൻ. മോശെ അത് ഫറവോൻ്റെ മുൻപാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രൈം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രൈം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോൻ്റെ മുൻപാകെ നിന്നു. മോശെ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു.
പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. പരുമന്ത്രവാദികൾക്കും എല്ലാ മിസ്രൈമ്യർക്കും ഉണ്ടായിരുന്നു. ഫറവോന് ആലോചന കൊടുക്കുവാൻ എല്ലായ്പ്പോഴും അവൻ്റെ കുറേ വിദ്വാൻമാരും മന്ത്രവാദികളും കൊട്ടാരത്തിലുണ്ടായിരുന്നു. ആദ്യത്തെ 3 ബാധകളുടെ അതിശയങ്ങൾ മിസ്രൈമിലെ മന്ത്രവാദികൾക്കും അനുകരിക്കുവാൻ കഴിഞ്ഞിരുന്നു. മറ്റുള്ളവ അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇതാ അവർക്കും പരിബാധിച്ചിരിക്കുന്നു. മന്ത്രവാദികളെല്ലാം സ്ഥലം വിട്ട് കാണും. ആദ്യമായിട്ടാണ് ദൈവന്യായവിധി മൃഗങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ സ്പർശിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ കഷ്ടത ഇവിടെ വരുത്തുന്നു. ഇസ്രായേലിലെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന പുരോഹിതന്മാർ ശുദ്ധരും യാതൊരു വിധത്തിലുമുള്ള രോഗമോ മുറിവോ പാടോ ഇല്ലാത്തവരുമായിരിക്കണമെന്നായിരുന്നു അവരുടെ നിബന്ധന. പെട്ടെന്ന് ഈ പരുക്കളുടെ ബാധ അവരുടെ മേൽ വരികയും അവർ അശുദ്ധരായി തീരുകയും ചെയ്തു. അതവരെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ കഴിയാത്ത വിധം അയോഗ്യരാക്കി. അങ്ങനെ മിസ്രൈമിലെ തെറ്റായ ആരാധനകളെല്ലാം നിർത്തിവെക്കേണ്ടതായി വന്നു. മെംഫീസ് എന്ന പട്ടണത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ഭൂഗർഭ ഗവേഷകർ കണക്കാക്കിയിട്ടുണ്ട്. അവയിലെല്ലാം പുരോഹിതന്മാർ പൂജ ചെയ്തു വന്നിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ പരുക്കളുടെ ബാധ മുഖാന്തരം ഈ ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സകലവും നിന്നുപോയി. പ്രകാശകിരണങ്ങൾ അസ്തമിക്കുകയാണ് ഉണ്ടായത്. തെറ്റായ ആരാധന നിന്നുപോയി. പല ക്ഷേത്രങ്ങളിലും ഇപ്രകാരം ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കും: രോഗം മൂലം പൂജയില്ല, രോഗം മൂലം അടച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ചില കടകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കടയ്ക്ക് ഇന്ന് അവധി, ഊണ് തീർന്നുപോയി, അല്ലെങ്കിൽ ഊണ് റെഡിയാണ്. അതുപോലെ രോഗം മൂലം അടച്ചിരിക്കുകയാണ്. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത്: എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്: നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോൻ്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോൻ പോലും പരുക്കളാൽ ബാധിക്കപ്പെട്ടിരുന്നുവെങ്കിലും ദൈവം തൻ്റെ ദാസനായ മോശയിൽ കൂടി തൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന ദൈവത്തിൻ്റെ ആജ്ഞ എത്ര പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ടും ഇസ്രായേൽ ജനത്തെ അവരുടെ ദേശത്തേക്ക് പറഞ്ഞയക്കുവാൻ ഫറവോൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. 14 വാക്യം മുതൽ കാണുന്നത്: സർവ്വഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളെയൊക്കെയും നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും അയക്കും. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു. എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. എൻ്റെ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു. തൻ്റെ ശക്തി ഭൂതലമെങ്ങും വെളിപ്പെടുത്തേണ്ടതിന് ദൈവം ഫറവോനെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. മനുഷ്യൻ്റെ ക്രോധം ദൈവത്തിൻ്റെ പുകഴ്ചയായി തീരുന്ന ഒരു സംഭവമാണിത്. 76-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയമെന്നാണ്. അതെ, ദൈവം ഈ മനുഷ്യനിലൂടെ മഹത്വം എടുക്കുവാൻ പോവുകയാണ്. അവൻ വിധേയപ്പെടുന്നത് കൊണ്ടല്ല, പിന്നെയോ അവൻ അനുസരണക്കേട് കൂടുതൽ കാണിക്കുമ്പോൾ താൻ ആരാകുന്നു എന്ന് ദൈവം ലോകത്തിന് തന്നെ വെളിപ്പെടുത്തുകയാണ്. 18-ാം വാക്യത്തിൽ: മിസ്രയീം സ്ഥാപിതമായ നാൾ മുതൽ ഇന്ന് വരെ അതിൽ ഉണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യിക്കും. മിസ്രയീം പൊതുവെ മഴ കുറവുള്ള പ്രദേശമാണ്. വർഷത്തിൽ ശരാശരി 1 ഇഞ്ചിൽ കുറവ് മഴയെ ഈ പറയുന്ന ഈജിപ്തിൽ ലഭിക്കാറുള്ളൂ എന്ന് ഈ കാലത്തും വ്യക്തമാണ്. അവർക്ക് മഴ ലഭിക്കുവാൻ പോകുന്നു എന്ന് ദൈവം അവരോട് പറയുന്നു. എന്നാൽ അവർക്ക് ആവശ്യമില്ലാത്ത വിധത്തിലുള്ളൊരു മഴയാണ് ദൈവം കൊടുക്കുവാൻ പോകുന്നത്. 19-20 വാക്യങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്: അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് നിൻ്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്തു വരുത്തിക്കൊള്ളുക. വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ
പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും. ഫറവോൻ്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു. അവർ ദൈവത്തെ വിശ്വസിക്കുന്നുവോ ഇല്ലയോ എന്ന പ്രശ്നമായിരുന്നു അതിൽ ഉൾക്കൊണ്ടിരുന്നത്. ദൈവം പറയുന്നത് നിങ്ങളും നിങ്ങളുടെ മൃഗങ്ങളും അകത്ത് വരിക എന്നാണ്. എന്നാൽ അനേകർ ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. അവർ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ഇരയായിത്തീർന്നു. ദൈവം അവർക്ക് അവസരം കൊടുത്തു. എന്നാൽ അവൻ പറഞ്ഞത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരുന്നു. ഈ കാലത്തും ഇതപ്രകാരം തന്നെ വാസ്തവമാണ്. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു. ഈ ബാധ സമൃദ്ധിയുടെ ദേവതയായ ഐസിസിന് എതിരായി വന്ന ബാധയായിരുന്നു. പശുവിൻ്റെ തലയോടുകൂടിയാണ് ഈ ഐസിസ് ദേവതയെ ചിത്രീകരിച്ചിരുന്നത്. ഐസിസിൻ്റെ കണ്ണുനീർ വീഴുന്നത് കൊണ്ടാണ് നൈൽ നദി കരകവിഞ്ഞൊഴുകുന്നതും ദേശം ഫലഭൂയിഷ്ഠമായി തീരുന്നതും എന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചു. മിസ്രൈമിലെ പ്രധാനപ്പെട്ട ദേവതയായ ഐസിസിന് എതിരായിട്ടാണ് കൽമഴയുടെ ബാധ ദൈവം അയച്ചത്. ഇത് മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിച്ചു. 22-ാം വാക്യത്തിൽ, പിന്നെ യഹോവ മോശയോട്, മിസ്രൈം ദേശത്തെല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രൈം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിസ്രൈം ദേശത്തിന്മേൽ കൽമഴ പെയ്യിച്ചു. ഇങ്ങനെ കൽമഴയും കൽമഴയോട് കൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രൈം ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. 25-ാം വാക്യം, മിസ്രൈം ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു. കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു. പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്ത് കളഞ്ഞു. ദൈവത്തെ വിശ്വസിക്കാതെ ഇരുന്നവർ സുരക്ഷിതത്വത്തിനു വേണ്ടി യാതൊന്നും ചെയ്തില്ല. മിസ്രൈമ്യർക്ക് കൊടുത്ത ദൂത് തന്നെയാണ് ദൈവം ഇന്നും ലോകത്തിന് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ന്യായവിധി വരും. യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വിധത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം മനുഷ്യൻ ബുദ്ധിമാനല്ല. നോഹയുടെ കാലത്ത് അപ്രകാരമാണ് സംഭവിച്ചത്. ന്യായവിധിക്കായി രണ്ടാമത് കർത്താവ് വരുമ്പോൾ അതുതന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. മിസ്രൈമിലെ അനേകം ആളുകളും ദൈവത്തെ വിശ്വസിച്ചില്ല. അവരുടെ അവിശ്വാസത്തിൻ്റെ ഫലം അവർക്ക് കൊടുക്കേണ്ടതായി വന്നു. ദൈവവചനത്തെ അവഗണിച്ചുകൊണ്ടുള്ള പോക്ക് ഏറ്റവും വലിയ ആപത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും. ദൈവം ഒരു വിഡ്ഢിയാണെന്നും ഈ കാണുന്നതെല്ലാം മായയാണെന്നും ചിന്തിച്ച് മനുഷ്യൻ മുൻപോട്ട് പോകുക. മനുഷ്യന് ദൈവം തൻ്റെ വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ അത് വിശ്വസിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യൻ സ്വയം നശിക്കുകയാണ്. മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു ന്യായവിധി വരുന്നു എന്നുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ നമ്മൾ ഗൗരവമായി കണക്കിലെടുക്കണം. ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. 26-ഉം 27-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കൽമഴയുണ്ടായില്ല. അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹ്റോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ. മിസ്രൈം ദേശത്ത് വരുന്ന ബാധകളിൽ നിന്ന് ഗോശൻ പ്രദേശത്തെ, അതായത് ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന ആ പ്രദേശത്തെ ഒഴിച്ചു നിർത്തുന്നു. ഫറവോൻ പാപത്തെ ആദ്യമായി അംഗീകരിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. അവൻ പറയുന്നത്, ഞാൻ പാപം ചെയ്തു. ഇതെത്രമാത്രം ഹൃദയത്തിൽ നിന്ന് പറയുന്നു എന്ന് നമുക്കറിയില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാകാം. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഫറവോൻ പറയാണ്, യഹോവയോട് പ്രാർത്ഥിപ്പിൻ, ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി, ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. മോശെ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും. ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കവും നിന്നുപോകും, കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ നീയും നിൻ്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ കൽമഴ മിസ്രൈമ്യരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് ഉപദ്രവം വരാതെയുള്ള ഈ ബാധ ഫറവോനെ ചിന്തിപ്പിക്കുന്നു. യഹോവ നീതിയുള്ളവൻ എന്ന് പറയുമ്പോൾ യഹോവ വിജയിച്ചു എന്നാണ് ഇവിടുത്തെ അർത്ഥം. 31 വാക്യത്തിൽ നോക്കുമ്പോൾ, അങ്ങനെ ചണവും യവവും നശിച്ചുപോയി. യവം കതിരായും ചണം പൂത്തും ഇരുന്നു. എന്നാൽ ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല. മിസ്രൈമ്യരുടെ കൃഷികൾക്ക് നാശമുണ്ടായതായി വ്യക്തമായി പറയുന്നു. 33 വാക്യം, മോശ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവയിങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു, മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല. എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്ത് അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി. യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. ദൈവം മിസ്രൈമ്യരെ അവരുടെ തെറ്റായ ആരാധനയെക്കുറിച്ച് ബോധവാന്മാരാക്കുവാൻ, അവരെ ഉണർത്തുവാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ന്യായവിധി അല്ലെങ്കിൽ ഈ ബാധകളെല്ലാം അയക്കുന്നത്. എന്നാൽ ജനത്തിൻ്റെ നായകനായ ഫറവോൻ അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് കഷ്ടപ്പെട്ടിരുന്നത് ജനങ്ങളാണ്, സാധാരണ ജനങ്ങൾ. നേതൃത്വം ദൈവത്തെ അനുസരിക്കാത്തതാണെങ്കിൽ അണികൾ കഷ്ടത അനുഭവിക്കുമെന്നത് എത്ര സത്യമാകുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നാം വീഴ്ച വരുത്തുന്നതല്ലേ നമ്മുടെ പരാജയങ്ങളുടെ പ്രധാന കാരണം? ഇന്ന് അനേകം നേതൃസ്ഥാനത്തിരിക്കുന്നവർ തങ്ങൾക്കുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് തങ്ങളോട് കൂടെ നിൽക്കുന്നവർ കഷ്ടപ്പെടുന്നു. സഭകളിലാകാം, ക്രിസ്തീയ സംഘടനകളിലാകാം, ദേശത്താകാം, രാജ്യത്താകാം. ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്കായി, ജഡീക സുഖത്തിനായി ദൈവത്തെ അനുസരിക്കാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നവർ. ഫലമോ ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങളിലും മറ്റുള്ളവരിലും വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നായകനായി ദൈവം നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ ശരി ഇന്നതെന്ന് ദൈവം വ്യക്തമായി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ തെറ്റിൽ വീണ് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ശാപമായിട്ട് ജീവിക്കുകയാണോ? നിങ്ങൾ ഒരു സഭാ ശുശ്രൂഷകനാണെങ്കിൽ, ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളാകുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായ ആളുകൾക്ക് അനുഗ്രഹമാകുവാൻ സാധിക്കുന്നുണ്ടോ? സ്വന്തം കാര്യസാധ്യത്തിനായി മറ്റുള്ളവർ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് സുഖിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള പോക്കാണോ നിങ്ങളുടേത്? നിങ്ങളുടെ ജീവിതത്തെ ദൈവവചനത്തിന് അനുസരണമായി ഒന്ന് പരിശോധിക്കുമോ? നിങ്ങളുടെ ഈ വിധത്തിലുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവഹിതം മനസ്സിലാക്കി അതിന് വിധേയപ്പെടുമോ? നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത് നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാനാണ്. നാം ഒരിക്കലും മറ്റുള്ളവർക്കൊരു ശാപമായി തീരുവാൻ പാടില്ല. ദൈവം അത് അനുവദിക്കില്ല. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ പ്രാവശ്യം ദൈവവചനത്തോട് അനുസരണക്കേട് കാണിക്കുകയും അതിനെതിരെ മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഫറവോൻ്റെ ഹൃദയം കൂടുതൽ കഠിനപ്പെടുന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും എന്നാണ് വചനം പറയുന്നത്. ദൈവഹിതം അറിഞ്ഞിട്ടും അത് ജീവിതത്തിൽ പകർത്താത്തവരെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാകാം നമുക്ക് കൂടുതൽ ശിക്ഷാവിധി വരുമെന്നോർത്ത് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകുവാൻ തുനിയരുതെന്ന് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നത്.